നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. കളി ആരംഭിക്കാൻ 3 ആഴ്ചയോളം മാത്രമേ സമയമുള്ളൂ. ഉദ്ഘാടന മത്സരത്തിൽ ജൂൺ 14 അൽ അഹിലിക്കെതിരെ, ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹിലിക്കെതിരെ ഇൻ്റർ മയാമി കളിക്കാനിറങ്ങും. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 15 പുലർച്ചെ 5:30 AM ആ മത്സരം നടക്കുന്നത്. ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ 32 ടീമുകളിൽ 31 ഉറപ്പായി കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടീമിനെ പിന്നീട് ഡബിൾ ഓണർഷിപ്പ് കാരണം ഒഴിവാക്കുകയായിരുന്നു. അതുകൊണ്ട് പകരം ആര് എന്നുള്ളത് ഉടനെ അറിയും. LAFCയും ക്ലബ്ബ് അമേരിക്കയും തമ്മിൽ ഒരു ക്വാളിഫയർ പോലെ, ഒരു പ്ലേ ഓഫ് പോലെ മത്സരം കളിക്കുന്നുണ്ട്. ഓഫ് പ്ലേ ഓഫാണ്, ഒറ്റക്കളിയാണ്. അതിൽ വിജയിക്കുന്നവർ ടൂർണമെൻറ്റ് കളിക്കും. അപ്പോൾ അതൊഴികെയുള്ള 31 ടീമുകൾ, ആ 31 ടീമുകളിൽ നിന്ന് ആരൊക്കെ മുന്നോട്ട് കടക്കും, എന്തൊക്കെയാവും എന്നുള്ളത് ആരാധകർ ചർച്ച ചെയ്യുന്നൊരു സമയമാണ്. ഇപ്പോൾ സാധാരണ നമുക്കറിയാം ക്ലബ്ബ് വേൾഡ് കപ്പ് ഒരു തട്ടിക്കൂട്ട് ടൂർണമെൻറ്റായിട്ട് നടത്തുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. 32 ടീമുകളുള്ള ബൃഹത്തായ ടൂർണമെൻറ്റാണ്. അപ്പോൾ അതിൽ ആര് കിരീടം ചൂടും, അതിൻ്റെ ഒരു പവർ റാങ്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പ് പവർ റാങ്കിങ്, ഏറ്റവും അധികം കിരീട സാധ്യത ആർക്ക്? നമ്മൾ പതിവ് പോലെ പവർ റാങ്കിങ് പുറകിൽ നിന്നാണ് മുന്നോട്ട് പോവുക. അതായത് ഏറ്റവും താഴെയുള്ള ടീം ആദ്യം പറയും, അങ്ങനെ പറഞ്ഞു പോകും. സോ 32ാമത്തെ ടീം ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. 31ാമത് നമ്മൾ കിരീട സാധ്യതയിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത കാണുന്നത് ഓക്ക്ലാൻഡ് സിറ്റിക്കാണ്. എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് ക്ലബ്ബാണ് ഓക്ക്ലാൻഡ് സിറ്റി. അവർക്ക് ഇത്തവണ എന്തായാലും അധികം പേരൊന്നും കിരീട സാധ്യത കണക്കാക്കുന്നുണ്ടാവില്ലല്ലോ. ഒരു ടഫ് ഗ്രൂപ്പിലാണ് അവരുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ബയൺ മ്യൂണിക്കും ബെൻഫിക്കയും ബൊക്കാ ജൂനിയേഴ്സുമുള്ള ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് പോവുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫുട്ബോളാണ്, അസാധ്യമായിട്ടൊന്നുമില്ല എന്നൊക്കെ നമുക്ക് പറയാം. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. 30ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് ടുണീഷ്യൻ ക്ലബ്ബായിട്ടുള്ള ES ടുണീസിനെയാണ്. അതായത് എസ്പെറൻസെ സ്പോർട്ടീവ് ഡി ടുണീസ്. അവർ ടുണീഷ്യൻ ടോപ്പ് ഫ്ലൈറ്റിൽ നല്ല രൂപത്തിൽ പോകുന്ന ടീമാണ്. പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിൽ എത്രത്തോളം മികച്ച പ്രകടനം നടത്താൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. വെയ്ഡാഡ് AC ആണ് അടുത്ത 29ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത്. വെയ്ഡാഡ് AC മൊറോക്കൻ ക്ലബ്ബാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 2021-22 CAF ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചുകൊണ്ടാണ് ഈ ഒരു വേൾഡ് കപ്പിന് അവർ യോഗ്യത നേടിയിട്ടുള്ളത്. ഒട്ടും എളുപ്പമുള്ള ഒരു ഗ്രൂപ്പിലല്ല, ടഫ് ഗ്രൂപ്പാണ്. മാഞ്ചസ്റ്റർ സിറ്റിയും യുവൻറ്റസും അലൈൻ FCയും, AFC ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച അലൈൻ FCയുമാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത്. വെയ്ഡാഡ് ACക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്നത് ഉറപ്പാണ്. 28ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബായിട്ടുള്ള മെമലോദി സാൻഡൗൺസ് ആണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നത് ഉറപ്പാണ്. അവർക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാനാവുമോ എന്നുള്ളത് കണ്ടറിയണം. അടുത്തത് 27ാം സ്ഥാനത്ത് ഉൾസാൻ ഹ്യൂണ്ടായിയെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉൾസാൻ ഹ്യൂണ്ടായിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഗ്രൂപ്പല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവർ കറൻ്റ്ലി കൊറിയൻ ലീഗിൽ മികച്ച രൂപത്തിൽ പോകുന്നുണ്ട്. പക്ഷേ അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോക്കണം, ബൊറൂസിയ ഡോട്ട്മുണ്ട് ഉണ്ട്, ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസ് ഉണ്ട്. അവരോട് മുട്ടി എത്രത്തോളം ഉൾസാൻ ഹ്യൂണ്ടായി മുന്നോട്ട് പോകുന്നതിൽ കണ്ടറിയണം. കൂടാതെ ഗ്രൂപ്പിലുള്ളത് മെമലോദി സാൻഡൗൺസ് ആണ്, സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബാണ്. 26ാം സ്ഥാനത്ത് അലൈൻ FCയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 2023-24 സീസണിലെ AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ മുത്തമിട്ടുകൊണ്ടാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയത്. എന്തായാലും ക്ലബ്ബ് വേൾഡ് കപ്പിൽ നേരത്തെ 2018 റണ്ണേഴ്സപ്പായിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററി അവർക്കുണ്ട്. അത് പക്ഷേ നമുക്കറിയാം ഈ രൂപത്തിലുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പല്ല. എന്നാൽ പോലും പറയുമ്പോൾ അങ്ങനെ പറയാമെന്ന് മാത്രം. ഒട്ടും എളുപ്പമല്ല അവർക്ക് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം ഉറപ്പാണ്. 25ാം സ്ഥാനത്ത് ഉറാവ റെഡ് ഡയമണ്ട്സ് ആണ്, ജാപ്പാനീസ് ക്ലബ്ബ്. AFC ചാമ്പ്യൻസ് ലീഗിൽ അവർ നേരത്തെ വിജയിച്ചതുകൊണ്ട് 2022 അവർ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. എന്തായാലും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അവർക്ക് മുന്നോട്ട് പോക്ക്. 24ാം സ്ഥാനത്ത് മോണ്ടറിയാണ്. സെർജിയോ റാമോസാണ് അവരുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. നോക്കുക, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പോരാട്ടത്തിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണല്ലോ സെർജിയോ റാമോസ്. അവരുടെ ടീമിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കളിക്കാരുമുണ്ട്. മെക്സിക്കൻ ക്ലബ്ബ്
ഏത് തരത്തിലുള്ള പെർഫോമൻസ് പുറത്തെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. 23-ാം സ്ഥാനത്ത് മറ്റൊരു മെക്സിക്കൻ ക്ലബ്ബായിട്ടുള്ള പച്ചൂക്കയാണ്. പച്ചൂക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അവർക്കും വളരെ ടഫായിരിക്കും. അവർ റയൽ മാഡ്രിഡ്, അൽ ഹിലാൽ, RB സാൽസ്ബർഗ് എന്നീ ടീമുകൾക്കൊപ്പമാണ്. സോ റയൽ, RB സാൽസ്ബർഗ്, അൽ ഹിലാൽ അവരെ മറികടന്നുകൊണ്ട് പച്ചൂക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. 22-ാം സ്ഥാനത്ത് അൽ അഹിലി, സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹിലിയല്ല, ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹിലിയാണ്. എന്തായാലും CAF-ൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ടീമാണ്. എന്നാൽ എത്രത്തോളം നല്ല രൂപത്തിൽ പോകാൻ പറ്റുന്നത് കണ്ടറിയണം. ഉദ്ഘാടന മത്സരത്തിൽ ഒരു പക്ഷേ അവർക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. ഇൻ്റർ മയാമിക്കെതിരെയാണ് മത്സരം. 21-ാം സ്ഥാനത്ത് സിയാറ്റിൽ സൗണ്ടേഴ്സാണ്. MLS-ൽ നിന്ന് വരുന്ന മറ്റൊരു ടീമാണ് സിയാറ്റിൽ സൗണ്ടേഴ്സ്. ഏതായാലും PSG-യും അത്ലറ്റിക്കോ മാഡ്രിഡും ബൂട്ടഫാഗോയുമാണ് അവർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലുള്ളത്. ടഫായിരിക്കും, തർക്കമില്ല. 20-ാം സ്ഥാനത്ത് റെഡ് ബുൾ സാൽസ്ബർഗാണ്. റെഡ് ബുൾ സാൽസ്ബർഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ യൂറോപ്പിൽ നിന്ന് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ വരുന്ന ടീമുകളിൽ നിലവിലെ സാഹചര്യം വെച്ച് വീക്കസ്റ്റ് ടീം എന്ന് പറയാവുന്ന ഒരു ടീമാണ്. ഏതായാലും യുവേഫയുടെ 4-ഇയർ റാങ്കിങ് വെച്ചുകൊണ്ടാണ് അവർ ഈ ക്വാളിഫിക്കേഷൻ സ്വന്തമാക്കുന്നത്. ടഫായിരിക്കും അവർക്കും ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന കാര്യം ഉറപ്പാണ്. 19-ാമത് ഫ്ലുമിനൻസ് ആണ്, തിയാഗോ സിൽവയുടെ ഫ്ലുമിനൻസ്. എന്തായാലും ഏത് ടീമിനെതിരെയും അവർക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും, ആ കാര്യത്തിൽ തർക്കമില്ല ബ്രസീലിയൻ ക്ലബിന്. പക്ഷേ അടുത്ത റൗണ്ടിലേക്ക് മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ ഒരു റീസണബിൾ ചാൻസ് ഉണ്ട്, തീരെയില്ല എന്ന് പറയാനില്ല, റീസണബിൾ ചാൻസ് അവർക്കുണ്ട്. ഇൻ്റർ മയാമിയാണ് 18-ാം സ്ഥാനത്ത്. ലിയോ മെസ്സി ഉള്ളപ്പോൾ എന്തും സാധ്യമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇൻ്റർ മയാമിയുടെ നിലവിലെ ഫോം ആരാധകർക്ക് അത്ര പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് അവരെങ്ങനെയാണ് യോഗ്യത നേടിയതെന്ന്. കഴിഞ്ഞ വർഷത്തെ MLS-ലെ ഷീൽഡ് സ്വന്തമാക്കിക്കൊണ്ടാണ് അവർ ക്ലബ്ബ് വേൾഡ് കപ്പിന് വരുന്നത്. അതിൻ്റെ കാരണം MLS-ൽ നിന്നൊരു ടീമിന് അഡീഷണൽ ഒരവസരം കൊടുക്കുകയായിരുന്നു, ഹോസ്റ്റ് കൺട്രി എന്ന നിലയ്ക്ക്. അത് പിടിച്ചുകൊണ്ടാണ് ഇൻ്റർ മയാമി വരുന്നത്. ഏതായാലും കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല നിലവിൽ ഇൻ്റർ മയാമിക്ക്. എന്നാൽ പോലും ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ജോഡി ആൽബയും ബുസ്കറ്റ്സും ഒക്കെ ചേരുമ്പോൾ ചില പ്രതീക്ഷകൾ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. 17-ാം സ്ഥാനത്ത് റിവർ പ്ലേറ്റാണ്, അർജൻറ്റീൻ ക്ലബ്ബായിട്ടുള്ള റിവർ പ്ലേറ്റ്. തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഇയിൽ ഉറാവ റെഡ് ഡയമണ്ട്സ്, മോണ്ടറി, ഇൻ്റർ മിലാൻ ഈ ടീമുകളാണുള്ളത് എന്നതുകൊണ്ട് 2-ാം റൗണ്ട് എന്നുള്ളത് അവർക്ക് അപ്രാപ്യമായ കാര്യമല്ല. അർജൻറ്റീൻ വമ്പൻ ക്ലബ്ബ്, അർജൻറ്റീൻ ജയൻസിന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കിരീടത്തിലേക്ക് എത്തും എന്നൊന്നും ആരും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവില്ല. 16-ാം സ്ഥാനത്ത് ബൂട്ടഫാഗോയാണ്, ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടഫാഗോ. കോപ്പ ലിബർട്ടഡോറസ് കഴിഞ്ഞ തവണ മുത്തമിട്ടുകൊണ്ട് വരുന്ന ടീമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് മികച്ചൊരു പ്രകടനം ആളുകൾ പ്രതീക്ഷിക്കുന്നു. സിയാറ്റിൽ സൗണ്ടേഴ്സും അത്ലറ്റിക്കോ മാഡ്രിഡും PSG-യുമുള്ള ക്ലബ്ബാണ്, ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിനോടും PSG-യോടുമൊക്കെ മുട്ടിക്കൊണ്ട് അവർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ചില നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കാൻ വേണ്ടി ചില അപ്സെറ്റുകൾ നടത്താൻ കെൽപ്പുള്ള ടീം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എഴുതി തള്ളേണ്ടതുമില്ല. ബൊക്ക ജൂനിയേഴ്സാണ് 15-ാം സ്ഥാനത്ത്, മറ്റൊരു അർജൻറ്റൈൻ ജയൻസാണ്. എഡിൻസൺ കവാനി, മാർക്കോസ് റോഹോ, ആൻഡർ ഹെരേര ഇങ്ങനെയുള്ള താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും പറ്റില്ല. 15-ാം സ്ഥാനത്താണ് അവരുള്ളത്. 14-ാം സ്ഥാനത്ത് FC പോർട്ടോയാണ്. പോർട്ടോയെ സംബന്ധിച്ചിടത്തോളം 5th ബെസ്റ്റ് റാങ്ക്ഡ് ടീം എന്ന നിലയ്ക്ക് എലിജിബിൾ ആയിക്കൊണ്ട് യുവേഫ 4-ഇയർ റാങ്കിങ് സിസ്റ്റം വെച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ടീമാണ് അവർ. ഏതായാലും നല്ല ഗ്രൂപ്പിലാണ് അവരുള്ളത്. പാൽമിറാസും അൽ അഹിലിയും ഇൻ്റർ മയാമിയുമാണ്. അതുകൊണ്ട് ഗ്രൂപ്പ് എയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത പോർട്ടോക്കുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലെമിംഗോയാണ് 13-ാം സ്ഥാനത്ത്. ഇപ്പം ബ്രസീലിയൻ ലീഗിൽ മോശമല്ലാത്ത പ്രകടനമല്ല ഇപ്പോഴും നടത്താറുള്ള ടീമാണല്ലോ ഫ്ലെമിംഗോ. ക്ലബ്ബ് വേൾഡ് കപ്പിൽ 2019 അവർ റണ്ണേഴ്സപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്ലബ്ബ് വേൾഡ് കപ്പ് വേറെയാണ്, നമുക്കറിയാം. ഏതായാലും അവർക്ക് നല്ല ഒരു ഫൈറ്റിംഗ് കൊടുക്കാൻ പറ്റുമെന്ന കാര്യം ഉറപ്പാണ്. 12-ാം സ്ഥാനത്ത് പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള ബെൻഫിക്കയാണ്. ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർക്ക് അത്രയധികം ഒരു പരിചയമില്ലാത്ത ക്ലബ്ബാണ്. പക്ഷേ ഇത്തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് വ്യത്യസ്തമാണല്ലോ. മികച്ച രൂപത്തിലൊരു പോരാട്ടം പോർച്ചുഗീസ് വമ്പന്മാരിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്.
ദെൻ അൽ ഹിലാലാണ് 11-ാം സ്ഥാനത്ത്. അൽ ഹിലാൽ സൗദി അറേബ്യൻ ജയൻസ് AFC ചാമ്പ്യൻസ് ലീഗ് 2021 വിജയിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ലഭിച്ചത്. ഇത്തവണ അത്ര മികച്ച ഒരു സീസണല്ല അവർക്ക് ഡൊമസ്റ്റിക്കിലുണ്ടായിരിക്കുന്നത്. ഏതായാലും മികച്ചൊരു പ്രകടനം അവർ നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുകയാണ്. റയൽ മാഡ്രിഡിനെതിരെ മുട്ടിക്കൊണ്ട് വേണം അവർക്ക് തുടങ്ങാൻ. അതിനുള്ള കെൽപ്പ് ഇപ്പോഴത്തെ ടീമിനുണ്ടോ എന്നതൊരു ചോദ്യമാണ്. എന്നാൽ പോലും അലക്സാണ്ടർ മിട്രോവിച്ചും ഖാലിദ് കൂലിബലിയും റൂബൻ നവസും ജാവോ കൻസേലയും ഒക്കെയുണ്ട് എന്നുള്ളത് കൊണ്ട് ക്വാളിറ്റി അവിടെയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നല്ലൊരു പോരാട്ടം അവർ നടത്തിയേക്കും. 10-ാം സ്ഥാനത്താണ് യുവൻറ്റസ് ഉള്ളത്. യുവൻറ്റസ് ഒരിക്കൽ കൂടി ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷ ആരാധകർക്കുണ്ട്. ഒരു അത്ര മികച്ചതല്ലാത്തൊരു സീസണിന് ശേഷം ഇതിലേക്ക് എത്തുമ്പോൾ എന്തായാലും താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. പാൽമിറാസാണ് 9-ാമത്. ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമിറാസ് തീർച്ചയായിട്ടും മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരങ്ങൾ അവിടെയുണ്ട്. എസ്റ്റവായോ പോലുള്ള താരങ്ങൾ. എസ്റ്റവായോ വില്യൻ ചെൽസിയിലേക്ക് ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം ജോയിൻ ചെയ്യും. ഗ്രൂപ്പ് എയിലാണ് അവരുള്ളത്. അൽ അഹ്ലി, ഇൻ്റർ മയാമി അവരോടൊപ്പമാണ് പാൽമിറാസ് വരുന്നത്. എന്തായാലും നല്ലൊരു FC പോർട്ടോ ആ ഗ്രൂപ്പിലുണ്ട്. എന്തായാലും മികച്ചൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പാൽമിറാസ് ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് കടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ബൊറൂസിയ ഡോട്ട്മുണ്ടാണ് 8-ാം സ്ഥാനത്ത്. ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇത്തവണ അത്ര മികച്ച രൂപത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും സെറോ ഗ്രാസിയെ പോലെയുള്ള താരങ്ങൾ ഗോളടിച്ച് കൂട്ടാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അവർ ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് മാറിയാൽ, കറുത്ത കുതിരകളായിട്ട് മാറിയാൽ അത്ഭുതപ്പെടേണ്ട. 7-ാം സ്ഥാനത്താണ് ചെൽസി. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എൻസോ മാരസ്കയുടെ ടീമിന് എത്രത്തോളം മികവുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ഭാഗത്തു നിന്ന് മികച്ചൊരു പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. 6-ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഡിയേഗോ സിമിയോണിയുടെ കുട്ടികൾ ഒരിക്കൽ കൂടി ക്ലബ്ബ് വേൾഡ് കപ്പിന് വരുമ്പോൾ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹുലിൻ ആൽവരസും ആൻറ്റോൻ ഗ്രീസ്മാനും ഒക്കെ ചേരുമ്പോൾ അവർക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞേക്കും. ഏതായാലും ബാഴ്സലോണയെ മറികടന്നുകൊണ്ടാണ് യുവേഫ 4 ഇയർ റാങ്കിങ് സിസ്റ്റത്തിൽ അവർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് അവർക്ക് ക്വാളിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. ആ ക്വാളിഫിക്കേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രകടനം അവരിൽ നിന്ന് ആരാധകർക്ക് പ്രതീക്ഷിക്കാം. 5-ാം സ്ഥാനത്താണ് ബയേൺ മ്യൂണിക് ഉള്ളത്. ബയേൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ജർമ്മൻ ബൂണ്ടസ് ലീഗയിൽ വിജയിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച ക്ലബ്ബ് വേൾഡ് കപ്പിലും അവർ നടത്തിയേക്കാം. 4-ാം സ്ഥാനത്താണ് ഇൻ്റർ മിലാനെ നമ്മൾ കൊടുക്കുന്നത്. ഇൻ്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം ക്ലബ്ബ് വേൾഡ് കപ്പ് അവർക്ക് വലിയ ഒരു അവസരമാണ്. ഇത്തവണ സീരിയയിൽ അവർക്ക് മുത്തമിടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അവർ വിജയിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒരു കടുത്ത പോരാട്ടമാണ് അവരെ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് അവർക്ക് എത്താം. ക്ലബ്ബ് വേൾഡ് കപ്പിലും അവരിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയാണ് 3-ാം സ്ഥാനത്ത്. പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചൊരു ഡൊമസ്റ്റിക് സീസണല്ല കടന്നു പോയത്. യൂറോപ്പിലും അവർക്ക് ചാമ്പ്യൻസ് ലീഗിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ റോഡ്രിയൊക്കെ മടങ്ങി വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും. തിരിച്ചടികൾ ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാൻ കെൽപ്പുള്ള പെപ് ഗാർഡിയോളയുടെ കീഴിൽ അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 2-ാം സ്ഥാനത്താണ് നമ്മൾ റയൽ മാഡ്രിഡിനെ അവതരിപ്പിക്കുന്നത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന പോലെ അവരുടെ കോച്ച് മാറിയിട്ടുണ്ട്. സാബി അലോൺസോയുടെ കീഴിൽ അവരൊന്ന് സെറ്റായി വരേണ്ടതുണ്ട്. എന്നാൽ പോലും മികച്ച താരങ്ങൾ അവർക്കുണ്ട്. കിലിൻ എംബാപ്പയെ പോലെ, വിനി ജൂനിയറെ പോലെ ഉള്ള മികച്ച താരങ്ങളുള്ള ടീമിന് കിരീട സാധ്യത മിക്കവരും കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പവർ റാങ്കിൽ 2-ാമത് അവർ വരുന്നത്. 1-ാമത് PSG ആണ്. ഇപ്പോഴത്തെ ഫോമിൽ PSG ക്ലബ്ബ് വേൾഡ് കപ്പ് എടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയും മികച്ച താരങ്ങളുണ്ട് അവരുടെ നിരയിൽ. ക്യുചാക്കാഴസ്കേലിയയും ഓസ്മാൻ ഡംബലെയും ഡിസയർ ഡൂവും ഒക്കെ ചേരുമ്പോൾ ഏത് വമ്പന്മാരെയും പരാജയപ്പെടുത്താൻ പറ്റും. ഡിഫൻസിലും അതുപോലെ ശക്തരായിട്ടുള്ള താരങ്ങളുണ്ട്. വലകാക്കാൻ ജിയാൻലുക്കി ഡൊണാരുമയുണ്ട്. സോ ഒരു പക്ഷേ ചരിത്രം അവർ കുറിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇതാണ് നമ്മുടെ ഒരു പവർ റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. നമുക്ക് വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്ന് പറഞ്ഞു പോകാം. 1 PSG, 2 റയൽ മാഡ്രിഡ്, 3 മാഞ്ചസ്റ്റർ സിറ്റി, 4 ഇൻ്റർ മിലാൻ, 5 ബയേൺ മ്യൂണിക്ക്, 6 അത്ലറ്റിക്കോ മാഡ്രിഡ്, 7 ചെൽസി, 8 ബൊറൂസിയ ഡോട്ട്മുണ്ട്, 9 പാൽമിറാസ്, 10 യുവൻറ്റസ്, 11 അൽ ഹിലാൽ, 12 ബെൻഫിക്ക, 13 ഫ്ലമിംഗോ, 14 FC പോർട്ടോ, 15 ബോക്ക ജൂനിയേഴ്സ്, 16 ബോറ്റഫാഗോ, 17 റിവർ പ്ലേറ്റ്, 18 ഇൻ്റർ മയാമി, 19 ഫ്ലുമിനൻസ്, 20 റെഡ് ബുൾ സാൽസ്ബർഗ്, 21 സിയാറ്റിൽ സൗണ്ടേഴ്സ്, 22 അൽ അഹ്ലി, 23 പച്ചൂക്ക, 24 മോണ്ടറി, 25 റാവാർ ഡയമണ്ട്സ്, 26 അലൈൻ FC,
27 ഉൾസാൻ ഹ്യുണ്ടായി, 28 മെംലോഡി സൺഡൗൺസ്, 29 വീടാട് അത്ലറ്റിക് ക്ലബ്ബ്, 30 ES ടൂണീസ്, 31 ഓക്ലാൻഡ് സിറ്റി. ഏതായാലും ഇത്തവണത്തെ പ്രഥമ ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് 6 കിരീടം ചൂടും. കാത്തിരുന്ന് കാണാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.